ഈ കാണുന്ന ടാങ്കിന്റെ ഒരു സ്റ്റാൻഡ് ഇവിടെ ഇവർ ആക്കി വെച്ചിട്ടുണ്ട്. ടാങ്കിന്റെ വീതി എത്രയാണ് അല്ലെങ്കിൽ നീളം എത്രയാണ്, നമ്മൾ വാങ്ങുന്ന സാധനം ഏതാണെന്ന് പോലും ചിന്തിക്കാണ്ടാണ് ഈ ഒരു സാധനം ഇപ്പൊ ഇവിടെ ആക്കി വെച്ചത്. ഏകദേശം 1 വർഷത്തിന് മേളിലായി എന്ന് പറഞ്ഞു ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ആക്കി. ക്ലയന്റിന് ഇപ്പം മേളിലത്തെ ഒരു ബാത്റൂം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വർക്കൊക്കെ ചെയ്യുമ്പം 750 പോരാ, ഒരു 1000ന്റെ ടാങ്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ 1000ന്റെ ടാങ്ക് വാങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ പ്ലാന്. പക്ഷേങ്കിൽ ഇതിന് ഇപ്പം നോക്കുമ്പം ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇപ്പുറം നിന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പുറം നിന്നിട്ടോ ഈ ടാങ്കിൻ്റെ അകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് കാണാൻ പറ്റും. കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തൊന്ന് എത്തി നോക്കാൻ പോലും നമുക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ ക്ലൈൻറ്റിനോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് സെൽഫ് ക്ലീനിങ് ആയിട്ട് വരുന്ന ഓഷ്യൻ്റെ ടാങ്കോ അല്ലെങ്കിൽ സെൽസറിൻ്റെ വാട്ടർ ടാങ്കൊക്കെ വരുന്നത് 1000ൻ്റെ, അതാകുമ്പം വിത്ത് സ്റ്റാൻഡ് അടക്കം നമുക്ക് അതിൻ്റെ മേളിൽ കയറി നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാങ്ക് ഇപ്പം നിലവിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലയൻറ്റിന് ഇപ്പം ഇതെന്തായാലും 10-15 രൂപക്ക് മേളിൽ 10-15,000 രൂപക്ക് മേളിൽ ഇതിന് ഈ ഒരു സാധനം ആക്കാൻ മെറ്റീരിയലും പ്ലസ് ലേബറും കൂടി ആയിരുന്നു പറഞ്ഞു. പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ 1000ന്റെ ടാങ്കും സ്റ്റാൻഡൊക്കെ വാങ്ങുമ്പം അത് വീണ്ടും ഒരു ചിലവാണ്. ഈ കാണുന്ന സാധനം പാടെ വേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും കസ്റ്റമൈസ്ഡ് സാധനങ്ങളല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വാങ്ങി. ഓഷ്യൻ്റെ ടാങ്കാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, 3 ലെയറാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. നമ്മൾ പല വീഡിയോസിലായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ 1, 2, 3 തവണ ഒന്ന് ആലോചിച്ചോ, എന്നിട്ടൊരു തീരുമാനത്തിലെത്തിരി കാര്യങ്ങൾ ചെയ്യുക. ഇതിപ്പം ഈ സാധനത്തിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കമ്പി ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ടാങ്കിൻ്റെ മേളിൽ ഇവിടെ ഒരു ലാൻഡിങ്ങിൽ നമുക്ക് നിന്നിട്ട് ടാങ്കിൻ്റെ അകത്തൊന്ന് നോക്കാനും കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. ഇപ്പം വരുന്ന ടാങ്കുകളാകുമ്പോൾ നമുക്ക് താഴെ തന്നെ ഒരു വാൾവ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാൾവിൻ്റെ അകത്തുനിന്ന് പിന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ വേസ്റ്റും അതിൻ്റെ അകത്ത് തന്നെ ബാക്ക് വാഷ് ആയിട്ട് പോകും. നമ്മളിപ്പോൾ ഒരു വർക്കിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ പ്ലംബറോ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലംബറോ ഇലക്ട്രീഷ്യനോ ജന്മത്തിൽ ആ വീട്ടിൽ വരൂല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർ. കാരണം നമ്മളൊരു ഡ്രില്ല് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സകലമാന ഫോട്ടോസും തൂക്കി വെപ്പിക്കും. അതിന് വേണ്ടുന്ന സ്ക്രൂവും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിടും. അതുപോലെ ഒരു പരിപാടി എടുത്താൽ ഈ ഒരു വീട്ടിൽ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വെൽഡിങ്ങിൻ്റെ ചങ്ങായി വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ടാങ്കിന് വേണ്ടുന്ന സ്റ്റാൻഡ് ആക്കി വെക്കണം എന്ന് പറഞ്ഞു. 1000 ലിറ്ററിൻ്റെ ടാങ്കിൻ്റെ നീളം വരുന്നത് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 49 ഇഞ്ച് ഇതിൻ്റെ നീളം വരുന്നുണ്ട്. ഈ ഒരു നീളം 49 ഇഞ്ച് നീളം വരുന്നുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 37 ഇഞ്ച് ഇതിൻ്റെ വീതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അളവ് നമ്മൾ കാണിച്ചു തരാം. മൊത്തം നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 ഇഞ്ചാണ് ഉള്ളത്, 71 ഇഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞത് നമുക്ക് 49 ഇഞ്ച്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാലോ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. നമുക്കൊന്ന് ഇവിടെ കയറി നിന്നിട്ട് നമുക്കൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കേസാണ്. അതുപോലെ തന്നെ ഇവരോട് പറഞ്ഞ കാര്യം, ഇത് ഒന്നുകിൽ ഏണി എക്സ്റ്റെൻഡ് ചെയ്യുക, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പി നമ്മൾ എക്സ്ട്രാ അടിച്ചു കൊടുത്തിട്ട് അതിന് വേണ്ടി സംവിധാനം ചെയ്യുക. കാരണം ഇത്രയും പൈസ മുതലിറക്കിയിട്ട് ഇതൊരു പാടെ വേസ്റ്റായി പോകുമെന്ന് പറയുമ്പം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.